2025 മലയാളത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളുടെ എണ്ണം 183. അതിൽ തിയേറ്ററുകളിൽ നേട്ടം കൊയ്തതോ വെറും 15 ചിത്രങ്ങൾ മാത്രം. ബാക്കി 168 പൊട്ടി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കാണിത്. അസോസിയേഷൻ്റെ കണക്കുകൾ പ്രകാരം വിജയിച്ച ചിത്രങ്ങൾ ലോക, തുടരും, എമ്പുരാൻ, DS ഇറ, ആലപ്പുഴ ജിംഖാന, ഹൃദയപൂർവ്വം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, രേഖാചിത്രം എന്നിവയാണ്. ഈ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് വിഭാഗത്തിലാണ്. ഹിറ്റ് ചിത്രങ്ങളായി കണക്കാക്കിയിരിക്കുന്നത് കളങ്കാവൽ, എക്കോ, ദ പെറ്റ് ഡിറ്റക്റ്റീവ്, പ്രിൻസ് ആൻഡ് ഫാമിലി, പൊന്മാൻ, പടക്കളം, ബ്രൊമാൻസ് എന്നീ ചിത്രങ്ങളാണ്. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക നിർമ്മിച്ചത് ദുൽഖർ സൽമാൻ്റെ ബാനറായ വേഫെയറർ ഫിലിംസ് ആണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ ശോഭന ചിത്രം തുടരും നിർമ്മിച്ചത് M. രഞ്ജിത്തിൻ്റെ രജപുത്ര വിഷ്വൽ മീഡിയയാണ്. മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് L2E എന്നും വിളിക്കപ്പെടുന്ന L2 എമ്പുരാൻ. 2019 പുറത്തിറങ്ങിയ ലൂസിഫറിൻ്റെ തുടർച്ചയായി ആസൂത്രണം ചെയ്യപ്പെട്ട 3 ചിത്രങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ ചിത്രമാണിത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കണങ്കാവൽ. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം. നിരൂപകരിൽ നിന്ന് നല്ല അവലോകനങ്ങൾ നേടുകയും ചെയ്തു കളങ്കാവൽ. രണ്ടായിരത്തി 2025 മലയാള സിനിമകൾ നേരിട്ട നഷ്ടം 360 കോടിയുടേതാണ്. താരങ്ങളുടെ പ്രതിഫലം താങ്ങാവുന്നതിനും അപ്പുറമായത് കാരണമാണ്. സിനിമാ നിർമ്മാണം കുറഞ്ഞു വരികയാണെന്നും നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ ഫിലിം ചേംബർ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമാ വ്യവസായത്തിൽ നിന്ന് നികുതി ഇനത്തിൽ വലിയ വരുമാനമുണ്ടായിട്ടും സർക്കാരിൽ നിന്ന് മേഖലയ്ക്ക് വേണ്ടി ഒന്നും തിരിച്ചു ലഭിച്ചില്ലെന്ന് സംഘടന കുറ്റപ്പെടുത്തുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സർക്കാർ തിയേറ്ററുകൾക്ക് ചിത്രങ്ങൾ നൽകില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകി.